ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. നമുക്ക് ഇനി സൂക്തങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സൂക്തം അന്ത്യനാളിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്ന സൂക്തമായിട്ടാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ലാ അല്ല, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. അഖ്സമ യുഖ്സിമു സത്യം ചെയ്തു. ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. ബിയൗമിൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പ് നാൾ കൊണ്ട്. ലാ അങ്ങനെയല്ല, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. ബിയൗമിൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പ് നാൾ കൊണ്ട്, പുനരുത്ഥാന നാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയാം. ലാ ഉഖ്സിമു നേരത്തെ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഖുർആനിൽ ലാ ഉഖ്സിമു ആകെ പ്രയോഗിച്ചത് 8 തവണയാണ്. അവയിൽ 5 സ്ഥലങ്ങളിൽ ലാ ഉഖ്സിമുവിന്റെ കൂടെ ഫ ചേർന്ന് വരുന്നുണ്ട്. ഫ ലാ ഉഖ്സിമു ആദ്യം പറഞ്ഞ ഒന്നിനോട് ചേർത്തുകൊണ്ട് പറയുന്ന ഒരു ശൈലിയാണ്. ഒരിടത്ത് മാത്രം വാവ് കൊണ്ട് തുടങ്ങുന്നു. അതെവിടെയാണ്? ഈ സൂറയിൽ തന്നെ 2ാമത്തെ ആയത്താണ് വലാ ഉഖ്സിമു എന്നത്. ഇനി 2 ഇടങ്ങളില് ലാ ഉഖ്സിമു ഫായും ഇല്ല വാവും ഇല്ല. അതെവിടെയാണ്? ഈ സൂറയിലെ 1ാമത്തെ സൂക്തം, അതേപോലെ മറ്റൊരു സൂറയിലെ ഇതേ ലാ ഉഖ്സിമു കൊണ്ട് തുടങ്ങുന്ന സൂറ ഏതാണ്? സൂറ അൽ ബലദാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ 2 സൂറകളാണ് ലാ ഉഖ്സിമു കൊണ്ട് ആരംഭിക്കുന്നത് എന്ന് കാണാം. ലാ ഉഖ്സിമു വന്നിട്ടുള്ള മറ്റ് സൂറകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽ വാഖിഅ, അൽ ഹാഖ, അൽ മആരിജ് ഒക്കെയാണ്. പിന്നെ വരുന്നത് സൂറ അമ്മ ജുസുഇൽ അത്തക്വീറിലുണ്ട്, അൽ ഇൻഷിഖാഖിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മൊത്തം 8 ഇടങ്ങളിലായിട്ടാണ് ലാ ഉഖ്സിമു കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാം. അമ്മ ജുസുഇൽ മാത്രം 3 തവണ ലാ ഉഖ്സിമു ആവർത്തിക്കുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. ലാ ഉഖ്സിമു പൊതുവെ എത്തരം സൂറകളിലാണ് വരുന്നത്? മക്കി സൂറകളിലാണ്. മക്കി സൂറകളിലാണ് ഈ ഒരു ശൈലി കാണുന്നത്. അതേപോലെ തന്നെ കല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ? കല്ല സൂറത്ത് മറിയം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പദവും മക്കി സൂറകളിൽ മാത്രമാണ്. കല്ല എന്ന പദം 33 തവണ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ സൂറയിൽ തന്നെ 3 തവണ ആവർത്തിക്കുന്നതായിട്ട് കാണാം. ഇത് മക്കി സൂറകളുടെ സ്വഭാവമാണ്. ചില കാര്യങ്ങൾ ദൃഢമായി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ മക്കി സൂറകളുടെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങൾ മനസ്സിൽ രൂഢമൂലമാകാൻ വേണ്ടിയുള്ള ശക്തമായ പ്രേരണകളാണ് അത് എന്ന് കാണാം. ലാ ഉഖ്സിമുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഏതായാലും ലാ ഉഖ്സിമു വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ഏതായാലും ആശയങ്ങളൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിൽ ഒന്ന്, ലാ എന്ന നിഷേധ പദം കൊണ്ടാണല്ലോ തുടക്കം. നേരത്തെ നടന്നു വരുന്ന ഒരു സംസാരത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, നീ ആ പറഞ്ഞത് ശരിയല്ല. അങ്ങനെയുണ്ടല്ലോ, മറ്റൊരാളുടെ സംഭാഷണത്തെ, ഒരാളുടെ വാദത്തെ തടയിടുകയാണ് ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യ പദം തന്നെ നിഷേധക്രിയയായിട്ട് വരുന്നത്, നിഷേധ പദമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആ വിഷയം? പരലോക ജീവിതത്തെക്കുറിച്ചുള്ള മക്കാവാസികളുടെ നിഷേധവും പരിഹാസവുമാണ് വിഷയം. അവരുടെ പരിഹാസത്തെ, അവരുടെ നിഷേധത്തെ തടയിട്ടുകൊണ്ട് പറയാണ് എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല. യാഥാർത്ഥ്യം എന്തെന്ന് ഞാൻ സത്യം ചെയ്ത് പറയാം. അതാണ് ഒരു ശൈലി. 2ാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് ലാ ഉഖ്സിമു ചേർത്ത് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നായിരിക്കും. ഞാൻ സത്യം ചെയ്യുന്നില്ല. എന്താ കാരണം? സത്യം ചെയ്യേണ്ടതില്ലാത്ത വിധം നാം പറയുന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ സത്യം ചെയ്യേണ്ട കാര്യമുണ്ടോ?
പകൽ സമയത്ത് ഇപ്പോൾ പകലാണെന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതും. അതേസമയം ഇപ്പോൾ പകലാണെന്ന് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ പകലാണെന്ന് ഉറപ്പായി. അത് മറ്റൊരു ശൈലിയാണ് അല്ലെ, സത്യം ചെയ്യേണ്ടതില്ലാത്ത വിധം യാഥാർത്ഥ്യമാണ് എന്ന് പറയായിരിക്കും. ഇപ്പൊ സത്യം ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നാണ്. ഇനി മൂന്നാമതൊരു വ്യാഖ്യാനം, ചില മുഫസ്സിറുകളുടെ വ്യാഖ്യാനം അനുസരിച്ച് ലാ അധികരിച്ചു വന്ന ഒരു പദമാണ്, അതിന് പ്രത്യേകിച്ച് ആശയങ്ങളൊന്നുമില്ല എന്നാണ്. നാലാമത്തെ ഒരു അഭിപ്രായം, ലാ ഉഖ്സിമുവിലെ ലാ എന്നതിലൊരു അലിഫുണ്ടല്ലോ, ലാമ് കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്. ആ അലിഫ് ഉച്ചരിക്കാതെ വായിക്കുക. അപ്പൊ എങ്ങനെ വായിക്കും? ല ഉഖ്സിമു എന്നാകും. ല ഉഖ്സിമു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെയും വ്യാഖ്യാനിക്കപ്പെട്ടതായിട്ട് കാണാം. അപ്പൊ അവിടെ ല എന്ന് മാത്രം പറയുമ്പോൾ ആ ലാമു തഅക്കീദായിട്ട് ഉറപ്പിച്ചു പറയുന്ന ലാമായിട്ട് മാറുന്നു എന്ന് കാണാം. ഇനി വാചകത്തിലെ ഒരു അലങ്കാരം എന്ന നിലയ്ക്കും ലാ അറബി ശൈലിയിൽ വരാറുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, സൂറത്ത് സ്വാദ് 75 അള്ളാഹു ഇബ്ലീസിനോട് സംസാരിക്കുമ്പോൾ യാ ഇബ്ലീസ് മാ മനഅക അല്ലാ തസ്ജുദ എന്നുണ്ടല്ലോ, നിന്നെ എന്താണ് തടഞ്ഞത്? അൻ ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ. ശരിക്കും അവിടെ ഒരു ലാ വരുന്നുണ്ട്, ആ ലാ ഇല്ലാതെയും ആശയം വ്യക്തമാണ്. മാ മനഅക അൻ തസ്ജുദ, സുജൂദ് ചെയ്യാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? ഇങ്ങനെ ചിലയിടങ്ങൾ ഖുർആനിൽ ലാ അധികരിച്ചു വന്നിട്ടുണ്ട്, ചിലയിടത്ത് ലാ ഒളിച്ചു വെച്ചിട്ട് അതിന്റെ ആശയം ദ്യോതിപ്പിക്കുന്ന ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നു എന്ന് പൊതുവെ മനസ്സിലാക്കാം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അതിനാൽ പകൽ പോലെ പുലരുമെന്നുറപ്പുള്ള, സംഭവിക്കുമെന്നുറപ്പുള്ള യൗമുൽ ഖിയാമ, ആ അന്ത്യ ദിനത്തെക്കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്നായിരിക്കും അവിടെ ഉദ്ദേശം. അപ്പൊ ഖിയാമത്താണ് സൂറയിലെ മുഖ്യ വിഷയം. അത് സത്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ സൂക്തത്തിലേക്ക് കടക്കാം. ولا أقسم بالنفس اللوامة ولا അല്ല ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു ബിന്നഫ്സ് മനസ്സിനെ കൊണ്ട് അല്ലവാമ കുറ്റപ്പെടുത്തുന്ന വല അല്ല താനും ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു ബിന്നഫ്സിൽ ലവാമ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട്, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്നായിരിക്കും പൊതുവെയുള്ള അർത്ഥം. അല്ല വിമർശക മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. വിമർശക മനസ്സ്, ആത്മവിമർശക മനസ്സ് അഥവാ നിരൂപണ മനസ്സ് എന്നൊക്കെ നമുക്ക് നല്ല മലയാളത്തിൽ പറയാം. ലാമ യലൂമു ആക്ഷേപിച്ചു എന്നാണ് അർത്ഥം. ലാമ യലൂമു ലൗമത്ത് ലാ യഖാഫൂന ലൗമത്ത ലാഇം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലൗമ ആക്ഷേപം എന്നാണ്, ലാഇം ആക്ഷേപകൻ എന്നാണ്. ലവാമ എന്ന് പറയുമ്പോൾ കടുത്ത ആക്ഷേപ സ്വരമാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ 3 തരം മനുഷ്യ മനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതില് ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതാണ്? നഫ്സുൽ അമ്മാറ. സൂറത്ത് യൂസുഫ് 53 പഠിച്ചത് അല്ലെ. തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്, ദുഷ്പ്രേരക മനസ്സ് എന്ന് പറയാം. വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആ സംഭവ ബഹുലമായ പശ്ചാത്തലത്തിൽ യൂസുഫ് അലൈഹിസ്ലാമിന്റെ പ്രസ്താവനയായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണത്. നഫ്സുൽ ലവ്വാമയാണ് രണ്ടാമത്തെ മനസ്സ്. അത് വിമർശക മനസ്സാണ്, നിരൂപണ മനസ്സാണ്. തെറ്റ് ചെയ്യും, സംഭവിക്കാം, പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാല് വല്ലാത്ത കുറ്റബോധം, നീ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് അവനവൻ സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ സംസാരിക്കുന്ന ശൈലിയാണ് ലവ്വാമ. അത് വിമർശകന്റെ മനസ്സാണ്,
നിരൂപണ മനസ്സാണ്. അത് കുറച്ചുകൂടി ആരോഗ്യകരമായ ഒരു നിലപാടാണ്. തെറ്റ് ചിന്തിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ ദുരുദ്ദേശം മനസ്സിൽ വെച്ചു പുലർത്തുന്നതിൽ ഖേദിക്കുകയും സ്വയം ആക്ഷേപിക്കുകയും ചെയ്യുന്ന മനസ്സാണത്. നമ്മുടെ ഭാഷയിൽ അതിനാണ് മനസ്സാക്ഷി എന്ന് നമ്മൾ പറയാം. ഒട്ടും മനസ്സാക്ഷി ഇല്ലാത്ത പ്രവൃത്തിയായിപ്പോയി എന്നൊക്കെ പറയില്ലേ? ആ ഒരു ഖേദം, കുറ്റബോധം ഇല്ലാതെയാകുമ്പോൾ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു എന്ന് പറയും. അതുണ്ടെങ്കിലോ അയാൾ മനസ്സാക്ഷിയുള്ള ആളാണ് എന്ന് പറയും. മനസ്സിന്റെ മൂന്നാമത്തെ തലമായിട്ടാണ് നഫ്സുൽ മുത്മഇന്ന, പ്രശാന്തമായ മനസ്സ് എന്ന പ്രയോഗം വരുന്നത്. തിന്മ വർജിക്കുന്നതിൽ, അതുപോലെ തന്നെ നന്മ സ്വീകരിക്കുന്നതിൽ സംതൃപ്തി അനുഭവിക്കുന്ന മനസ്സാണത്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ സംതൃപ്തി ഉണ്ട്, നന്മകൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിലും സംതൃപ്തി ഉണ്ട്. ഈ മാനസികാവസ്ഥയാണ് ഭയവും ദുഃഖവും ഇല്ലാത്ത ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന സന്തുലിതമായ ഭാവം. സൂഫി കാഴ്ചപ്പാടില് വേറെയും തലങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതാണ് ഒന്ന് നഫ്സ് മുൽഹിമ, അഥവാ നന്മ തോന്നിപ്പിക്കുന്ന മനസ്സാണ് ഇൽഹാമിന്റെ മനസ്സ്. ദാനം, ഉള്ളതിൽ തൃപ്തി, വിനയം, പശ്ചാത്താപം, ക്ഷമ, ഇങ്ങനെയൊക്കെ നന്മ തോന്നിപ്പിക്കുന്ന മാനസികാവസ്ഥയാണത്. പിന്നെ നഫ്സ് റാളിയ ഉണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ട മനസ്സാണ്. അതിൽ ത്യാഗസന്നദ്ധതയും ആത്മാർത്ഥതയും വാക്കുപാലനവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒന്ന് നഫ്സ് മർദിയ, അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുവാൻ അതിന് വിധേയമായിട്ടുള്ള മാനസികാവസ്ഥയാണ്. അള്ളാഹുവെ സ്നേഹിച്ച് അങ്ങേയറ്റം അടുത്തു നിൽക്കുന്ന മാനസികാവസ്ഥയാണ്. മുഹാജിറുകളും അൻസാറുകളും അള്ളാഹുവിന്റെ റിള നേടിയെടുത്തവരായിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ഒരു തലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നഫ്സ് കാമില എന്ന് മറ്റൊരു തലം പറയുന്നുണ്ട്. പരിപൂർണത പ്രാപിച്ച മാനസികാവസ്ഥയാണ്, അഥവാ എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന മാനസികാവസ്ഥയായിരിക്കും നഫ്സ് കാമില എന്ന് പറയുമ്പോൾ. ഇവിടെ അന്ത്യനാളിനെയും മനസ്സാക്ഷിയെയുമാണ് അള്ളാഹു താല സത്യം ചെയ്തത്, അല്ലെ? ഒന്നാമത്തെ സൂക്തത്തിൽ ബിയൗമിൽ ഖിയാമ, രണ്ടാമത്തേതില് ബിൻ നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞു. അന്ത്യനാളിനെയും മനസ്സാക്ഷിയെയും സത്യം ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.